ഇനി നോക്കാൻ പോകുന്നത് മെട്രിസസ് ആണ്. ഡിറ്റർമിനൻസ് 2 മോഡുലസിൻ്റെ അകത്താണ് എഴുതുന്നതെങ്കിൽ മെട്രിക്സ് എഴുതുമ്പോൾ ഇങ്ങനെയാണ്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു അറേ പോലെ എഴുതും. അപ്പോൾ 1 2 3 4 5 6. ഓക്കെ, ഇതിൽ 2 റോ ഉണ്ട്. ഓക്കെ, അതുപോലെ 3 കോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഓർഡർ എഴുതുന്നത് 2/3 എന്നാണ്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ 1 2 3 4 5 6. ഈ മെട്രിക്സിലാണെങ്കിൽ 3 റോസ് ഉണ്ട്, 3/2 കോളം ഉണ്ട്, 3/4. ഇതിൻ്റെ ഓർഡർ ഇതാണ്. ഓക്കെ, ഇപ്പോൾ സെയിം ഓർഡറുള്ള മെട്രിക്സ് നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ 1 2 3 -1 -1 2 എന്നുള്ള ഒരു മെട്രിക്സിൻ്റെ കൂടെ ഇതേ ഓർഡറുള്ള മെട്രിക്സേ പറ്റുള്ളൂ. 1 2 3 -1 -1 5. ഞാൻ ഈ രണ്ടാമത്തെ മെട്രിക്സ് ഇത് രണ്ടും ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ എൻട്രിയും തമ്മിൽ ആഡ് ചെയ്യുക 2, രണ്ടാമത്തെ എൻട്രിയും 2 + 2 4, മൂന്നാമത്തെ എൻട്രിയും 6, -1 + -1 -2, -1 + -1 -2, 2 + 5 which is equal 7. ഇങ്ങനെയാണ് മെട്രിക്സ് ആഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി. ഇനി ഈ സെയിം മെട്രിക്സ് അല്ലെങ്കിൽ വേറെ 2 മെട്രിക്സ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 1 2 3 4 -1 -1 -1 2 1 1 7. ഇത് തമ്മിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നത്? ആദ്യത്തെ എൻട്രി 1 മൈനസ് ഈ മൈനസ് ഇടണം. ഓക്കെ, 1 -1 അങ്ങനെയാണ് വേണ്ടത്. 2 -1 3 -1 4 -1 -1 -2 -1 -7. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, 1 -1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 + 1 2, 2 -1 1, 3 + 1 4, 3 -3 -8. അപ്പം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. മൈനസ് നമ്മൾ ഇട്ട് പോകാൻ മറന്നു പോകരുത്. 1 -1 എന്ന് വായിക്കണം, അല്ലാതെ 1 -1 എടുക്കരുത്. ഇത് രണ്ടുമാണ് അഡീഷൻ സബ്ട്രാക്ഷൻ തമ്മിലൊരു വ്യത്യാസം. ഓക്കെ, നമുക്ക് എക്സാമിന് വരുന്ന ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. എ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മൾ A + B കാണണം, A - B കാണണം, 2A + 3B കാണണം. A + B കാണാൻ എളുപ്പമാണ്. A + B നമ്മൾ ഡയറക്റ്റ്ലി പ്ലസ് ചെയ്താൽ മതി. 1 + 1 2, 2 + 3 5, -1 + -1 -2. അപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എഴുതി നോക്കണം കേട്ടോ. -1 + -1 എഴുതി നോക്കണേ. -1 + 4 3. നമുക്ക് A + B കിട്ടി. ഇനി A - B ആണെങ്കിൽ ഇത് മൈനസ് ചെയ്യണം. 1 -1 0, 2 -3, 2 -3 എന്ന് പറഞ്ഞാൽ -1, -1 -1 -1 -1 -1 + 1 0, -1 -4, -1 -4 -5. ഇപ്പോൾ കിട്ടിയതാണ് A - B. ഇനി നോക്കി 2A + 3B ആണ്. അപ്പോൾ 2A കാണാൻ Aന് മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2A 1 2 -1 1 2 -1 -1 ആണ് A. ഇപ്പം 2 കൊണ്ട് ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 1 2 2 ഇതിനെല്ലാത്തിനും 2 കൊടുക്കുക. ഓക്കെ, 2 × 1 2, 2 × 2 4 -2 -2. ഇതാണ് 2A. 3B എന്ന് പറഞ്ഞാലോ 3 × B. B നമ്മളുടെ B ഏതാണ്? 1 3 -1 4, 1 3 -1 4. അപ്പോൾ അത് 3 9 -3 12. ഇനി 2A + 3B കാണാൻ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. ഇതും കൂടെ ആഡ് ചെയ്യാം. എങ്ങനെയാണ്? 2 + 3 5, 4 + 9 13, -2 + -3 -5, -2 + 12 10. ഓക്കെ, അത് ഈസി അല്ലേ?